യൂറോ അപ്ഡേറ്റ്സുമായി സോക്കർ ടോക്ക് വീണ്ടും എത്തുന്നു. യൂറോ കപ്പിൽ അൽബേനിയ കടന്ന് ഇറ്റലി. അൽബേനിയക്കെതിരെ 1-2 ഗോളുകൾക്കാണ് ഇറ്റലിയുടെ വിജയം. ഈ വിജയത്തോടെ സ്പെയിനിനൊപ്പം 3 പോയിന്റുമായി ഇറ്റലിയും എത്തി. ഗോൾ ഡിഫറൻസിൽ താഴെ നിൽക്കുന്ന ഇറ്റലിക്ക് നിലവിൽ 2ാം സ്ഥാനത്ത് നിൽക്കേണ്ടി വരും. വമ്പൻ തോൽവി ഏറ്റുവാങ്ങിയ ക്രൊയേഷ്യ ടേബിളിൽ അവസാനവും അൽബേനിയ 3ാം സ്ഥാനത്തും നിൽക്കും. ഗ്രൂപ്പ് ഡിയിൽ നെതർലാൻഡിനെ പോളണ്ട് നേരിട്ടപ്പോൾ നെതർലാൻഡിന് വിജയം. 1-2 ഗോളുകൾക്കാണ് നെതർലാൻഡിന്റെ വിജയം. വിജയത്തോടെ നെതർലാൻഡിന് 3 പോയിന്റ് സ്വന്തമാക്കാൻ കഴിഞ്ഞു. നിലവിൽ ടേബിളിൽ 1ാമത് നിൽക്കാം. പോളണ്ടിന് അവസാന സ്ഥാനക്കാരായി നിൽക്കാം. ഫ്രാൻസ് ഓസ്ട്രിയ മത്സരം ടേബിളിന്റെ ആദ്യ റൗണ്ട് വിധി എഴുതും. ഗ്രൂപ്പ് സിയിൽ സ്ലോവേനിയ ഡെൻമാർക്കിനെ സമനിലയിൽ കുരുക്കി. 1-1 എന്ന സ്കോറിലാണ് മത്സരം അവസാനിച്ചത്. ഇതോടെ ഓരോ പോയിന്റ് വീതം ഇരുവരും പങ്കിട്ടു. ഈ ഗ്രൂപ്പിലെ ഇംഗ്ലണ്ട് സെർബിയ മത്സരം കഴിഞ്ഞാൽ ഈ ഗ്രൂപ്പിന്റെ ആദ്യ റൗണ്ട് വിധി എഴുതും. 3 മത്സരങ്ങളാണ് ഓരോ ടീമിനും ഉണ്ടാവുക. 3 മത്സരങ്ങൾ കഴിയുമ്പോൾ ടേബിളിലെ 1-2 സ്ഥാനക്കാർ അടുത്ത റൗണ്ടിലേക്ക് കടക്കും. എന്നാൽ ലയണൽ മെസ്സിയുടെ ഇന്റർ മയാമിക്ക് MLS-ൽ വിജയം. നിലവിൽ കോപ്പ അമേരിക്കയ്ക്ക് വേണ്ടിയുള്ള തയ്യാറെടുപ്പിലാണ് ലയണൽ മെസ്സി. ജൂൺ 21 തുടങ്ങുന്ന കോപ്പ അമേരിക്കയുടെ ആദ്യ മത്സരത്തിൽ അർജന്റീന കാനഡയെ നേരിടും. അതുകൊണ്ട് തന്നെ ഇന്റർ മയാമിയിൽ ലയണൽ മെസ്സിക്ക് കളിക്കാൻ സാധിക്കില്ല. MLS നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ മെസ്സി ഇല്ലാത്ത ഇന്റർ മയാമി ഇന്ന് 1-2 ഗോളുകൾക്ക് വിജയിച്ചു. മറ്റൊരു പ്രധാനമായ കാര്യം എന്തെന്നാൽ 9 പേരുമായാണ് ഇന്റർ മയാമി കളിച്ചത്. മത്സരത്തിൽ ഇന്റർ മയാമിയുടെ 2 താരങ്ങൾ റെഡ് കാർഡ് കണ്ട് പുറത്താവുകയായിരുന്നു. കളിയുടെ അവസാന നിമിഷത്തിലായിരുന്നു ഇന്റർ മയാമിയുടെ വിജയ ഗോൾ. കളിക്കളത്തിൽ സൂപ്പർ താരങ്ങളായ ആൽബയും ബുസ്കറ്റ്സും ഉണ്ടായിരുന്നു. വിജയത്തോടെ പോയിന്റ് ടേബിളിൽ 1ാം സ്ഥാനം നിലനിർത്താനും ഇന്റർ മയാമിക്ക് സാധിച്ചു. ഇനി യൂറോ കോപ്പ കാലമാണ്. അപ്ഡേറ്റ്സുകൾ അറിയാൻ സോക്കർ ടോക്ക് സബ്സ്ക്രൈബ് ചെയ്യുക.